afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Afternoon. എല്ലാവരുടെയും കയ്യിലും ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടല്ലോ അല്ലേ? Yes, ma'am. ജസ്റ്റ് നിങ്ങളെ വായിച്ചു നോക്കിയായിരുന്നോ? ഞാൻ എടുത്തിടത്തോളം വരെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. Miss, important of human resource management. അതൊന്നും കൂടെ പറയോ? Importance of human resource management. Okay, പറയാം. നമ്മള് പറയാം. ചാപ്റ്റർ 3 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് നമ്മുടെ കഴിഞ്ഞു. അപ്പോ ഒന്നുകൂടി ഒരു ഇമ്പോർട്ടൻസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് നമ്മൾ സോഷ്യൽ സിഗ്നിഫിക്കൻസ്, സാധാരണയായിട്ട് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ആ ഒരു കഴിവ് അല്ലെ, അദ്ദേഹത്തിന്റെ ഏതൊരു മനുഷ്യനും കുറച്ച് അറിവ് അല്ലെങ്കിൽ അവരുടെ കഴിവാണ് ഏതൊരു സ്ഥാപനത്തിലും അല്ലെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളുകളിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും അവരവരുടെ കഴിവുകളാണ് അല്ലെ, അവരുടെ നോളജ് ആണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് അല്ലെങ്കിൽ സർവീസ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കഴിവുകൾ പകർന്നു കൊടുക്കുമ്പോൾ അത് അവരുടെ നോളജും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഓരോരുത്തരും റെഡി ആകുമ്പോൾ അവരുടെ മനസ്സിൽ ഓരോ മനുഷ്യ അല്ലെ ഓരോ പേഴ്സന്റെയും മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട്. എന്താണ്, ചിലർക്ക് ചില ക്യാഷ് അല്ലെ, ഞാൻ എന്റെ കഴിവ് അല്ലെങ്കിൽ എന്റെ നോളജ് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എനിക്ക് മതിയായ പണം അല്ലെ ഫിനാൻസ് റിട്ടേൺ ആയിട്ട് കിട്ടണം. അതല്ലെങ്കിൽ എന്താണ്, സമൂഹത്തിൽ ഒരു നല്ല ഒരു പേര് ഉണ്ടാകണം. അല്ലെങ്കിൽ എന്താണ്, മറ്റെന്തെങ്കിലും ഇൻ കേസ് നമുക്കറിയാം നമ്മുടെ സമയം ക്രമീകരണത്തിന് വേണ്ടിയിട്ടായിരിക്കും നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസുകളിലൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. എന്താണ്, അവരവന്റെ കഴിവും എന്താണ് അവരവന്റെ ആ ഒരു എക്സ്പീരിയൻസും മറ്റെന്തിനെങ്കിലും വേണ്ടിയിട്ട് വേണം ചെയ്യാനായിട്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഒരു പ്രാധാന്യത്തില് പ്രത്യേകമായിട്ട് 3 പോയിന്റ്സ് എടുത്ത് പറയുന്നത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് പോയിന്റ്, അതായത് നമ്മൾ അല്ലെ ഒരു കഷ്ടപ്പെട്ടായിട്ടോ ഒരുപാട് എൻട്രൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഠിച്ച് അല്ലെ, നമുക്കറിയാം ഒരു MBBS ഒക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് ടൈം അല്ലെ അതിന് വേണ്ടിയിട്ട് കൊടുത്ത് പൈസയൊക്കെ മുടക്കി അതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചൊക്കെയാണ് അവർ നേടിയെടുക്കുന്നത്. നമുക്കറിയാം ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സമൂഹത്തില് ഏറ്റവും അല്ലെ നല്ലൊരു വിലയുള്ള ഒരു ജോബ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോ ചില സ്ഥാപനങ്ങളിൽ ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ കാര്യം പോലെ തന്നെ മറ്റു വർക്കേഴ്സും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ. ഏത് തൊഴിലിനും അതിൻ്റെതായ അന്തസ്സുണ്ട്, ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഒരു അന്തസ്സ്. അപ്പൊ ആ അന്തസ്സ് കിട്ടുവാൻ വേണ്ടിയിട്ട് ചിലര് എന്താണ് ചിലപ്പോൾ ഒരു പക്ഷെ ടീച്ചിങ് സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞ ഒരു പക്ഷേ വേതനം തുച്ഛമായിരിക്കാം എങ്കിൽ കൂടി അന്തസ്സ് അല്ലെ ആ ഒരു ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട് ചിലര് ആ തൊഴിൽ ചെയ്യാനായിട്ട് തയ്യാറാവും. Proper management of a personal increase their dignity by satisfying their social needs. അവരുടെ സോഷ്യൽ നീഡ്സിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ അല്ലെ സമൂഹത്തിലെ നല്ല ഒരു പേര് നേടിയെടുക്കാന്നുള്ളത്. അതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്ററാണ്. ഏതൊരു പേഴ്സന്റെയും ജോലിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ പുറത്തു പോയി ജോലി ചെയ്യുന്നവര് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, അവര് പല പെൺകുട്ടികളും ചെയ്യുന്നുണ്ട്. പക്ഷെ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവര് അന്തസ്സ് നിറഞ്ഞ ജോലി തന്നെയാണ് തെരഞ്ഞെടുക്കുക. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നെക്സ്റ്റ് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു സ്ട്രെസ് കൊടുത്ത ഒരു എൻവയൺമെന്റിൽ ജോലി ചെയ്യാനായിട്ട് ആരും തയ്യാറാവില്ല. സാലറി കുറഞ്ഞാലും വേണ്ടില്ല, എന്താണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ, നമ്മൾ എപ്പോഴും മൂന്നിലും ഉറക്കത്തിലൊക്കെ ഭയങ്കര സ്ട്രെസ് അനുഭവപ്പെടുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയൺമെന്റ് ഇറ്റ് പ്രൊമോട്ട്സ് ടീം വർക്ക് ഇൻ ദ എംപ്ലോയീസ്. അതായത് എപ്പോഴും എംപ്ലോയില് അല്ലെ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒത്തൊരുമയോടുകൂടി ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് പോകാനായിരിക്കും എല്ലാവരും തയ്യാറാകുക. അതും ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റർ തന്നെയാണ്.
നെക്സ്റ്റ് എന്താ പറയുന്നത്, അപ്പൊ ഒരു ഹ്യൂമൻ റിസോഴ്സ് കണക്കിലെടുക്കുമ്പോൾ, മനുഷ്യന്റെ ആ വിഭവശേഷിന്ന് കണക്കിലെടുക്കുമ്പോൾ ഇതിനെല്ലാം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ വ്യക്തിയും ആ ജോലി അന്വേഷിക്കുമ്പോഴേക്ക് എന്താണ് അവരുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കും. അതേമാതിരി തന്നെ നല്ല അറ്റ്മോസ്ഫിയർ അല്ലെ, നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു ഫേം ആണോ എന്ന് ഉള്ളത് അവർ തിരക്കുമെന്നുള്ളത്. സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. എന്താ പറയുന്നത്, ഓർഗനൈസേഷൻ ഫുൾഫിൽ ഇറ്റ്സ് ഗോൾസ് ബൈ ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയി ത്രൂ എഫക്റ്റീവ് മോട്ടിവേഷൻ. എപ്പോഴും അങ്ങനെ ആയതുകൊണ്ട് തന്നെ അല്ലെ, പല തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുമ്പോൾ പല കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെ എല്ലാവരെയും, ഓരോ തൊഴിലാളികളെയും അവരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ട് തന്നെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രേരിപ്പിച്ചാൽ മാത്രമാണ് അവർക്ക് അവരുടേതായ റിസൾട്ട്, ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യാം. അതായത് ഓരോ പേഴ്സണും അവിടെ വരുന്ന വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ എന്തെന്ന്, അല്ലെങ്കിൽ അവരുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ച്, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ചുറ്റുപാട് സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് നല്ല ഒരു പ്രചോദനം, അവർക്ക് നന്നായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്ത്, അതായത് ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ച് നല്ല രീതിയിൽ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അപ്പൊ 2-3 തരത്തില്, ഇതിനേക്കാൾ കൂടുതൽ നമുക്കറിയാം, പോയിന്റ് വൈസ് ആയിട്ട് വരുമ്പോഴും ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ ഷോർട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട 3 പോയിന്റ്സ് എടുത്ത് പറഞ്ഞുള്ളൂ. എന്താണ് പ്രധാനമായിട്ടും സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ആ ഒരു എന്റർപ്രൈസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ആറ്റിറ്റ്യൂഡ് അല്ലെ, നല്ല മനോഭാവങ്ങളെല്ലാം അവർക്ക് കൊടുത്ത്, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിലെല്ലാം കൊടുത്ത് നന്നായിട്ട് തന്നെ അവരെ കാര്യക്ഷമമായിട്ട് പ്രേരണ കൊടുത്ത് തന്നെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടി വരും. പിന്നെയാണ് പണ്ടത്തെ പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ, ആ ഒരു സിസ്റ്റം ഇപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് ആയിട്ട് മാറിയതിനെ കുറിച്ചിട്ട് നമ്മൾ വിവരിച്ചത്. ക്ലിയർ ആയോ? ആണോ? ഞാൻ ഫാനിന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ എന്തെങ്കിലും ട്രബിൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. സൗണ്ട് എങ്ങാനും വോയിസ് എങ്ങാനും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെ വരെയാണ്? പഴയ അല്ലെ പേഴ്സണൽ മാനേജ്മെന്റ് ആ ഒരു പഴയ കൺസെപ്റ്റും ഇപ്പോഴത്തെ HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ടുള്ള ആ ഒരു കമ്പാരിസൺ ആണ് പറഞ്ഞു നിർത്തിയത്. അല്ലെ, കണ്ടിന്യൂ ചെയ്യാലോ? നീ എന്തെങ്കിലും ഇനി ഇതിന്റെ തന്നെ ഒരു ഡെഫിനിഷനിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാറില്ലേ? വിസിബിൾ ആണോ? ഓക്കെ ഓക്കെ, നമുക്കപ്പോ കാണാം. ഓക്കെ, നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നമ്മളിപ്പോ പേഴ്സണൽ മാനേജ്മെന്റ് തന്നെ, അതിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് അതിന്റെ ഡെഫിനേഷനിലേക്ക് പോകാം. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? ഈസ് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് മാനേജ്മെന്റ് which carries out the effective control and the use of manpower as distinguished from other source of power. വ്യത്യസ്ത രീതിയിൽ തന്നെ ഈ ഒരു എന്താണ് പേഴ്സണൽ മാനേജ്മെന്റിനെ വിവരിക്കുന്നുണ്ട്. വ്യത്യസ്ത വ്യക്തികൾ അല്ലെ, വ്യത്യസ്ത രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ മീൻ ചെയ്ത് നമ്മൾ പറഞ്ഞു.
ഇമ്പോർട്ടൻസ് തന്നെ വളരെ 2-3 കാര്യങ്ങളൊക്കെയാണ് എടുത്തു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മാത്രമേ തന്നെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത രീതിയിൽ തന്നെ വിവരിക്കുന്നുണ്ട്. അതിൽ ഒരു ഫസ്റ്റ് ഡെഫിനേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ വിഭവശേഷി എന്ന് പറയുന്നത് മറ്റുള്ള സോഴ്സിൽ നിന്ന് മറ്റുള്ള ആ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് which carries out the effective control and the use of manpower as a distinguished from other source of power. അതായത് മറ്റുള്ള ഇപ്പൊ നമുക്കറിയാം ഒരു ഫിനാൻസ് ഒരു മിഷനറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 1-2 സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഔട്ട്കം ഒന്ന് നിരീക്ഷിച്ചാൽ മതി അത് ഉപകാരപ്രദമാവോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോട്ട് ചെയ്താൽ മതി. അതേസമയം മനുഷ്യന്റെ വിഭവശേഷി എന്ന് പറയുന്നത് അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഏത് രീതിയിലാണ് അവരെ കൊണ്ട് ആ ഒരു ഔട്ട്കം അവരുടെ ആ നോളജ് അല്ലെങ്കിൽ അവരുടെ ആ കഴിവ് ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റുക എന്നുള്ളത് അത് മനസ്സിലാക്കി ഓരോ പേഴ്സൺസിനും വ്യത്യസ്ത ക്യാരക്ടറാണ്. അപ്പൊ അവരുടെ ആ ഒരു സ്വഭാവ രീതികളും അവരുടെ ആ നോളജ് വിനിയോഗിക്കേണ്ട രീതികളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് വേണം അത് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ചിലർക്ക് ചിലപ്പോ സാലറി ഒന്നും കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവര് കാര്യങ്ങൾ ഇത്തിരി കൂടിയും എളുപ്പമാക്കി തന്നിരിക്കും. പക്ഷെ മറ്റു ചിലർക്ക് എന്താണ് പേരില് ഒരു നല്ല ഒരു പൊസിഷൻ എന്നുള്ള രീതിയിൽ എപ്പോഴും അവരെ ഒന്ന് എന്താ പറയാ നല്ലൊരു പോസ്റ്റിലേക്ക് നല്ല എല്ലാവരെയും കൂടി ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് എന്താ പറയാ ലീഡർഷിപ്പ് പവറിലേക്കൊക്കെ കൊടുത്താലായിരിക്കും അവർ ഇത്തിരി കൂടി അവരുടെ എഫേർട്ട് അവരുടെ ആ ഒരു വർക്കൊക്കെ മാക്സിമം അവര് പുറത്തേക്ക് കാണിക്കുന്നു പ്രകടിപ്പിക്കുന്നു. അപ്പൊ വ്യത്യസ്ത രീതിയിലാണ് ഓരോ വ്യക്തിയുടെയും നേച്ചർ ബിഹേവിയർ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അത് കൺട്രോൾ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഓരോ വ്യക്തിയെയും കൺട്രോൾ ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് നേടിയെടുക്കുന്ന ഒന്നാണെന്നാണ് ഇവിടെ ഫസ്റ്റ് ഡെഫിനിഷനിൽ പറയുന്നത്. Personal management is the stage of management which carries out the effective control and use of manpower as distinguished from other source of power. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യന്റെ കഴിവിനെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് അതിൽ നിന്ന് ആ ഒരു വിഭവശേഷി നേടിയെടുക്കുന്ന ഒരു പ്രത്യേക ഒരു സിസ്റ്റം അത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പേഴ്സണൽ മാനേജ്മെന്റിന് ഉള്ളത് എന്നുള്ളത്. നെക്സ്റ്റ് പേഴ്സൺ പറയുന്നത് എഡ്വാർഡ് ഫ്ലിപ്പ് സ്റ്റേറ്റ്സ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താന്ന് വെച്ചാൽ പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് human resources to the end that individual, organizational and social objectives are fulfilled. വലിയൊരു ഡെഫിനിഷൻ ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ഥാപനം ഏതൊരു എന്റർപ്രൈസ് ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും അതിനൊരു ലക്ഷ്യമുണ്ട് ചിലപ്പോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതാണെങ്കിൽ എന്താണ് ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ടാക്കണമെന്നായിരിക്കും ഇത്രയും ഉത്പാദിപ്പിക്കണമെന്നായിരിക്കും അവരുടെ ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം. ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം ഇത്രയും പേഷ്യൻസിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ വ്യത്യസ്ത ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായ ലക്ഷ്യമുണ്ട് സമൂഹത്തില് നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ ആവണം അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു എന്റർപ്രൈസ് ആവണം എന്നൊക്കെ ഉള്ള ഒരു ലക്ഷ്യത്തിനോടൊപ്പം തന്നെ പ്രോഫിറ്റബിൾ എപ്പോഴും നമുക്കറിയാം ഒരു ലാഭവിഹിതം കൂടി ഉണ്ടായിരിക്കും ഏതൊരു സ്ഥാപനവും തുടങ്ങുമ്പോഴും. അപ്പൊ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്നതോടൊപ്പം അതിനു വേണ്ടിയിട്ട് എന്താണ് ഈ മനുഷ്യന്റെ വിഭവശേഷി എന്താണ് എല്ലാം കൂടി വ്യത്യസ്ത തരത്തിലുള്ള നമുക്കറിയാം ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ എന്തോരം പേരാ വർക്ക് ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തികൾ വർക്ക് ചെയ്യുന്നില്ലേ ഹ്യൂമൻ പവർ നോക്കി കഴിയുമ്പോൾ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, ഫീൽഡ് വർക്കർ ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫുകളുണ്ട്, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു പോണത് അല്ലേ? ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നില്ലേ ഒരു സ്ഥാപനമാകുമ്പോൾ, അപ്പൊ പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇവരെല്ലാം എന്താണ് ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ? അപ്പൊ അവർക്ക് എന്താണ് അങ്ങനെയുള്ള വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അവർക്ക് എന്താണ് അവരുടെ വർക്കുകൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസിന് അവിടെ അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞ മാതിരി തന്നെ അവർക്ക് ചിലപ്പോഴേക്ക് ചില ട്രെയിനിങ്ങും പാക്കേജുകളൊക്കെ കൊടുത്ത് അവരെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഓരോ വർക്കേഴ്സിന്റെ ഇടയിലും ഇടയ്ക്കിടയ്ക്കൊക്കെ പരിശോധനകൾ ചെയ്ത് വിലയിരുത്തി
അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പകർന്നു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം പകർന്നു കൊടുക്കണം. അതേമാതിരി തന്നെ ഇൻക്രിമെന്റ് എന്തെങ്കിലും കൂട്ടിക്കൊടുക്കണം, ചിലപ്പോൾ അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ എന്താണ് ലക്ഷ്യത്തിലേക്ക് നയിക്കണം അല്ലെ, ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പിന്നീടാണ് ഇതിലേക്ക് വരിക, ഫസ്റ്റ് ലൈനിലേക്ക് വരിക. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് അല്ലെ, ആസൂത്രണം, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താണ് സംഘടിപ്പിക്കുക അല്ലെ, എല്ലാ വ്യക്തികളെ ഏതൊക്കെ രീതിയിലൊക്കെ നന്നായിട്ട് തന്നെ അവരുടെ വർക്ക് അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ അവരുടെ നോളജ് വിനിമയം ചെയ്യാൻ സാധിക്കുമെന്ന് ഓർഗനൈസ് ചെയ്യുക, അതിലേക്ക് നയിക്കുക, ഡയറക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിലേക്ക് നയിക്കുക. ദെൻ കൺട്രോളിങ്, എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി അവർക്ക് കൂടുതൽ മോട്ടിവേറ്റ് ഒക്കെ കൊടുത്ത് ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. അങ്ങനെ എന്താണ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ അല്ലെ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണം അല്ലെങ്കിൽ ഒരു ഓർഗനൈസിങ്, സംഘാടനം, ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ കൺട്രോളിംഗ് ആണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി ഇപ്പൊ എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ചിലർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും, ചിലർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും, ചിലർക്ക് അല്ലെ ലീഡർഷിപ്പിനുള്ള സാധ്യതകളൊക്കെ ഇട്ട് അല്ലെ അവർക്കത് ചിലപ്പോൾ അതിനായിരിക്കും അധികാര വ്യക്തിമോഹികളായിരിക്കുമെങ്കിൽ അവർക്ക് അധികാരങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുകൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്ടിങ്ങും കൺട്രോളിങ്ങും ഒക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇതൊരു സെന്റൻസ് ആണ്, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയോ? അപ്പൊ നമ്മൾ രണ്ട് ഡെഫിനിഷൻ കണ്ടു. ഇതിന്റെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതില്ലല്ലോ. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടിയാണ് അല്ലെ, അദ്ദേഹത്തിന് നല്ലൊരു റോളുണ്ട്. അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ള വലിയ റോളാണ് ഇദ്ദേഹത്തിനുള്ളത്. ചിലര് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഓരോ തൊഴിലിന് വേണ്ടിയിട്ട് വരുന്നത് അല്ലെ. ചിലരുടെ ഫിനാൻസ് ലക്ഷ്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും, ചിലര് അവരുടെ ഡിഗ്നിറ്റി ലക്ഷ്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും, ചിലര് എന്താണ് അവരുടെ ടൈം അല്ലെ വേസ്റ്റ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം പ്രായം ഒക്കെ ഒറ്റപ്പെട്ടൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഫിനാൻഷ്യലി അവർ സൗണ്ട് ആയിരിക്കും അല്ലെ, പക്ഷെ അവർക്ക് എന്താണ് വീട്ടില് വെറുതെ ഇരിക്കേണ്ട സമയത്തിന്റെ ആവശ്യകതയില്ല. അത് ഇതിനും കൂടെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണെങ്കിൽ അവരെന്താണ് ഒരു ടൈമും കൂടി അല്ലെ, ഒരു ടൈം ഷെഡ്യൂളും കൂടി അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ജോലിക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഓരോ ഹ്യൂമന്റെയും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് ശരിക്കും പേഴ്സണൽ മാനേജ്മെന്റിന്റെ തെങ്ങല് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനേഷനിലേക്ക് പോകാം. ഈ ഡെഫിനേഷനൊക്കെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലെ. എഡ്വേർഡ് ക്ലിപ്പേഴ്സ് എന്താണ് മീൻ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പോൾ ചിലര് എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, ഏത് പേഴ്സണൽ ഏത് ഡെഫിനേഷനിലാണ് ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ഇൻ കേസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ഒക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഏത് പേഴ്സണലിലൊക്കെ ഉള്ള റയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. എഡ്വേർഡ് ക്ലിപ്പിന്റെ അഭിപ്രായത്തിലാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇൻ ദ സ്റ്റീഫൻ ആണ് കേട്ടോ. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻ ആൻഡ് ഡെൻ ആണ്. സ്റ്റീഫൻ എന്നാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. സ്റ്റീഫൻ ഡെൻ ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് the personal management is the process of attracting, holding and motivating people that involves all managers, line and staff. അതായത് ഒരു നമുക്കറിയാം ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ മേൽത്തട്ടത് മുതൽ അല്ലെ കീഴ്ത്തട്ട് വരെയുള്ള ഉദ്യോഗാർത്ഥികളാണ് അല്ലെ, ജോലിക്കാരുണ്ടാവും. അവരുടെ സുപ്പീരിയേഴ്സിനെ അല്ലെ, നമുക്കിപ്പോ ഒരു നഴ്സുമാരുടെ ഹയറാർക്കി എടുത്താൽ തന്നെ നമുക്കറിയാം എന്താണ് അവിടെ സൂപ്രണ്ടന്റും സൂപ്പർവൈസറും അല്ലെ, പലതരത്തിലുള്ള നഴ്സിന്റെ ഡയറക്ടറും അങ്ങനെ പ്രത്യേകിച്ച് ലേബലിലുള്ള പേഴ്സൺസ് ഉണ്ടാവും അല്ലെ. സ്റ്റാഫ് നഴ്സിനെ മാത്രമല്ല കാണുന്നത്, ശരിയല്ലേ? നഴ്സുമാരെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയല്ലേ, നഴ്സുമാര് മാത്രം അല്ലെ, സ്റ്റാഫ് നഴ്സ് മാത്രമല്ല അവിടെ ഉണ്ടാവുക, അസിസ്റ്റന്റ് സ്റ്റാഫ് നഴ്സുമാരുണ്ടാവും, സൂപ്രണ്ടന്റ് ഉണ്ടാവും, സൂപ്പർവൈസർ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ശരിയല്ലേ? നമ്മളെ ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ ഇൻചാർജ്. ഓക്കെ, അപ്പൊ വ്യത്യസ്ത ഇതിലുള്ളവർ അല്ലെ, അവര് നഴ്സ് എന്നുള്ള ഒരു ലേബലിലാണെങ്കിലും അവരുടെ പൊസിഷനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ.
അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഹൈറാർക്കിയില് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു പ്ലാനിങ്ങും പദ്ധതികളോട് കൂടി നിർദ്ദേശിച്ചിട്ട് വേണം അവരുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പോകാൻ. അപ്പൊ അതില് പ്രത്യേകമായിട്ട് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില്, സ്റ്റീഫൻ ടെന്നിന്റെ അഭിപ്രായത്തില് ഇതെന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അട്രാക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അത് പ്രത്യേകമായിട്ട് അവരുടെ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുന്നത്? എന്താണ് അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുന്നത്? ബൈ ഓഫറിംഗ് സ്യൂട്ടബിൾ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ്. അതായത് അവരുടെ ഓരോ പേഴ്സന്റെയും വർക്കുകൾ നമുക്കറിയാം, കീഴ്ത്തട്ടിലുള്ള വർക്കേഴ്സുകൾ എല്ലാം തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് അല്ലെ. ഡോക്ടേഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടി അല്ല നഴ്സുമാര് നമുക്കറിയാം. പിന്നെ ജൂനിയർ ഡോക്ടേഴ്സും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട് അല്ലെ. അവരവരുടെ ഡ്യൂട്ടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെവലിലുള്ളവരും അവരവരുടെ ഡ്യൂട്ടികൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഏത് ലെവലിലുള്ള വ്യക്തികൾക്കാണെങ്കിലും അവരുടെ ഡ്യൂട്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെ. ചിലപ്പോ നമുക്കറിയാം, 1 മണിക്കൂർ കൂടുതലൊക്കെ ചെലവഴിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് മോണിറ്ററി അല്ലെ, ഇച്ചിരി കൂടി സാലറി കൂട്ടി കൊടുക്കുന്ന ഒരു കാര്യം. അതല്ലെങ്കിൽ നമുക്കറിയാം ചില ദിവസങ്ങളിലൊക്കെ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ അടുപ്പിച്ച് 2 ദിവസം ലീവ് കൊടുക്കുന്ന അല്ലെ, നോൺ മോണിറ്ററി റിവാർഡ്സ്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള രീതികള് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ട്, നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുന്നത്. അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ എന്താണ് മോണിറ്ററി അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള റിവാർഡ്സ് കൊടുക്കുക. ഇൻ കേസ് നമുക്കറിയാം ചില സ്ഥാപനങ്ങളിൽ വേണ്ടിയിട്ട് അല്ലെ, ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചെല്ലും അല്ലെ, എന്തിനു വേണ്ടി ആപ്ലിക്കേഷൻസ് സമർപ്പിക്കും. കാരണം എന്തുകൊണ്ട് അവിടെ ഒരുപാട് ഇത്തരത്തിലുള്ള ഇതുകൾ ഉണ്ടാവും അല്ലെ, സാലറി കൂട്ടി കൊടുക്കുന്ന കാര്യങ്ങളുണ്ടാവും, ബോണസ് കൊടുക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെ ഓവർടൈം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ലീവ് കൊടുക്കുന്ന സമ്പ്രദായം, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സ്ഥാപനത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലര് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്. ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ് എന്ന് പറയുന്നത് ബൈ ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയറമെന്റ്. അതായത് നല്ല ഒരു അന്തരീക്ഷത്തോട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് ആരും ആഗ്രഹിക്കില്ല അല്ലെ. നല്ല ഒരു എൻവയറമെന്റ്, നല്ലൊരു ചുറ്റുപാട്, സൗഹൃദപരമായ രീതിയിൽ ഒരു പ്രശ്നവും ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ജോലിയെങ്കിൽ അവിടേക്ക് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവരും തയ്യാറാകും. Then motivating by following progressive practices and human policies to create personal satisfaction to the employee. അതായത് പേഴ്സണലി അവർക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രാക്ടീസ്. നമുക്കറിയാം ജസ്റ്റ് അല്ലെ പഠിച്ച് ഇറങ്ങിയ ഉടനെയാണ് ജോലിക്ക് പോവുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും അല്ലെ, എന്താണ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമുക്കറിയാം അക്കാദമിക് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ചിലപ്പോൾ അതിന്റെ ആ ഒരു പ്രാക്ടിക്കലി നോളജ് കിട്ടിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു പ്രാക്ടീസ് ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് എല്ലാവരും തയ്യാറാവും. കാരണം ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും അല്ലെ. നാച്ചുറലി അങ്ങനെ ആവുമ്പോൾ ഒരു കോൺഫിഡൻസും കൂടി ഓരോ പേഴ്സണും കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള പ്രേരണ അല്ലെ, അത്തരത്തിലുള്ള സ്ഥാപനത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ആൻഡ് ഹ്യൂമൻ പോളിസീസ് ടു ക്രിയേറ്റ് എ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ എംപ്ലോയർ. അങ്ങനെ വരുമ്പോൾ ഒരു പേടി കൂടാതെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും കോൺഫിഡൻസോടുകൂടി ജോലി ചെയ്യാനായിട്ട് എല്ലാവർക്കും അല്ലെ തയ്യാറാവാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? പേഴ്സണൽ മാനേജ്മെന്റിന്റെ. അതായത് പേഴ്സണൽ മാനേജറാണ് ഈ ഒരു ഡ്യൂട്ടി അല്ലെ വർക്കേഴ്സിന്റെ ഇടയിൽ നല്ലൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് അല്ലെ, നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആരാണ്? പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. അതാണ് പറയുന്നത് ദ പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്. അവിടെയുള്ള വർക്കേഴ്സിനെ അട്രാക്ട് അല്ലെ, മറ്റുള്ളവരെയും അട്രാക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്. അല്ലെങ്കിൽ ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ അല്ലെ, വീണ്ടും അവിടെ നല്ലൊരു അന്തരീക്ഷമാണ് എന്നുള്ള ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ. അതേമാതിരി തന്നെ എന്താണ് ഇമ്പോൾസ് ഓൾ മാനേജേഴ്സ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മോട്ടിവേറ്റിംഗ് അല്ലെ, അവർക്കൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൽ വരുമ്പോൾ നമുക്കറിയാം അതിലെല്ലാവർക്കും അവിടെ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് നല്ല രീതിയിൽ തന്നെ അവരുടെ റിസൾട്ട് അല്ലെ ഓരോരുത്തരുടെയും സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് എല്ലാ ലെവലിലും നമ്മൾ ഇതിന് പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം
ദാറ്റ് ഇൻവോൾവ്സ് ഓൾ മാനേജേഴ്സ് ലൈൻ ആൻഡ് സ്റ്റാഫ്. അതായത് മാനേജർ തുടങ്ങി മേൽത്തട്ട് തുടങ്ങി കീഴ്ത്തട്ട് വരെയുള്ള എല്ലാ വർക്കേഴ്സിന്റെ ഇടയിലും ഇത്തരത്തിലുള്ള അട്രാക്റ്റീവ് കാര്യങ്ങളോ എന്താണ് നല്ലൊരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രീമിയം പാക്കേജുകളൊക്കെ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വിങ് ആണ് എന്ത് പേഴ്സണൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് പറയുന്നത്. ഇതാണ് ആരുടെ അഭിപ്രായത്തിൽ പറയുന്നത്? സ്റ്റീഫൻ ടെന്നിന്റെ അഭിപ്രായം. ഓക്കെ, ഒരു ഡെഫിനിഷനെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ കാര്യങ്ങൾ എന്ന് പറയാനായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വിവരിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെയാണോ? ക്ലിയർ ആണോ? 3 ഡെഫിനിഷൻസേ നമ്മുടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യാലോ. ഞാൻ ഇതിന്റെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് പേഴ്സണൽ മാനേജർ. ഒരു പേഴ്സണൽ മാനേജർ, ഇനി നമ്മൾ അതിന്റെ സവിശേഷതകളിലേക്ക് വരികയാണ്. പേഴ്സണൽ മാനേജർ എന്താന്നുള്ളത് നിങ്ങൾ ഡെഫിനിഷനൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന് അത്യാവശ്യം ഒരു റോൾ ഉണ്ട് അല്ലെ? അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റോള് ആർക്കുണ്ട്? പേഴ്സണൽ മാനേജറിന് ഉണ്ട് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായിരിക്കണം, എന്തൊക്കെ ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം? അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് വ്യത്യസ്ത സവിശേഷതകളും ക്വാളിറ്റികളും ഉണ്ടായിരിക്കണം അല്ലെ? നിങ്ങൾ കണ്ടതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. നല്ല അത്യാവശ്യം കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം പേഴ്സണൽ മാനേജർ ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത് അല്ലെ? ആ ഒരു വിങ്ങിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ക്വാളിറ്റീസ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഒരു പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ എന്തെങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റുമോ? പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം. ഓണസ്റ്റി, സത്യസന്ധനായിരിക്കണം. ഓക്കെ, എനിവേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ പറഞ്ഞുള്ളൂ. എന്തായാലും നമുക്ക് ഇതൊക്കെ തന്നെയാ അല്ലെ? ഒരു പേഴ്സൺ, ആ ഒരു പേഴ്സണൽ മാനേജറിന് നല്ല കഴിവുണ്ടായിരിക്കണം അല്ലെ? നല്ല നോളജ് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും പ്രോബ്ലം സോൾവ് ചെയ്യാനും എല്ലാവരോടും ഗുഡ് സ്പീക്കർ ആയിരിക്കണം. ഹി ഷുഡ് ബി കേപ്പബിൾ ലീഡർഷിപ്പ് അല്ലെ? ഓക്കെ, നേതൃത്വം വഹിക്കാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ക്വാളിറ്റികൾ ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് നോക്കാം. പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി and likely be an effective advisor to top management in the organization matters, as well as being able to organize his own department. അതായത് അദ്ദേഹം അല്ലെ, നമ്മൾ കണ്ടായിരുന്നു അല്ലെ, അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. കാരണം നല്ല ഒരു ഓർഗനൈസേഷൻ, എന്താണോ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് പോകേണ്ടതെന്നുള്ള ആ ഒരു നല്ല നോളജ് അദ്ദേഹത്തിന്, അതിനുള്ള ഒരു സ്പെഷ്യൽ കഴിവ് അല്ലെ, ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം എന്താണ് ഒരു സ്പെഷ്യൽ കഴിവ് ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ നോളജ് ഉണ്ടായിരിക്കണം ഇതിനെ കുറിച്ചിട്ട്. ആ ഓർഗനൈസേഷൻ എങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള സ്പെഷ്യൽ തിയറി അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ നല്ലൊരു അഡ്വൈസർ കൂടിയായിരിക്കണം അല്ലെ? നമുക്കറിയാം മാനേജ്മെന്റ്, ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആലോചിക്കുകയാണ് ഇന്ന സ്ഥലങ്ങളിൽ കുറച്ച് ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് പൊതുജനങ്ങളുടെ ഇടയിൽ നല്ലൊരു പേര് കേട്ട ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. അതല്ലെങ്കിൽ എന്താണ് താഴെക്കെട്ടിലുള്ള ജീവനക്കാരുടെ ഇടയിൽ കുറച്ചും കൂടി അവർക്ക് ഇത്തിരി കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി, ഒരു തൃപ്തിയോടുകൂടി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാലറി കൂട്ടി കൊടുക്കണം.
അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം ഈ പേഴ്സണൽ മാനേജർ ഒരുപക്ഷെ ആലോചിക്കും. അതനുസരിച്ചിട്ട് ഇദ്ദേഹം ആരോട് അഡ്വൈസ് ചെയ്യേണ്ടതായിട്ട് വരും? ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കഷൻ നടത്തേണ്ടതായിട്ട് വരും അല്ലെ. ഇദ്ദേഹത്തിന് പേഴ്സണൽ മാനേജർ പറഞ്ഞ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് നടത്താൻ സാധിക്കും? ഇല്ല. തീർച്ചയായിട്ടും അതിന്റെ മേൽത്തട്ടിലുള്ള അല്ലെ അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തിരിക്കുന്ന വ്യക്തികളുമായിട്ട് അവർക്ക് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ്. അപ്പൊ അദ്ദേഹം എന്താണ് മറ്റുള്ളവരായിട്ട് ഒരു മാനേജ്മെന്റ് വിങ്ങായിട്ട് അവർക്ക് ഒരു അഡ്വൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുള്ള വ്യക്തി തന്നെ ആയിരിക്കണം. ഞാൻ പറയുകയാണ്, സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നാണ് ഇദ്ദേഹം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് അല്ലെ. അവർക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ മാത്രം തന്നെ കുറച്ചും കൂടി സാലറി കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ കുറച്ച് ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ പേര് ഹോസ്പിറ്റൽ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കണം. ഇങ്ങനെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് തീരുമാനങ്ങൾ എടുത്ത് അത് ഒരു അഡ്വൈസ് അല്ലെ ഉപദേശ രൂപേണ മാനേജ്മെന്റിനെ അറിയിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ആർക്കുണ്ടായിരിക്കണം? പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. മതി മെസ്സേജ്, അതായത് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് ഇതിനിടയ്ക്ക് ഞാനിപ്പോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് തന്നെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. He should be real expertise in a personal administration, knowledge of relevant laws, procedures and techniques. ഇതേമാതിരി തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, നമുക്കറിയാം ഒരു കുറെ പോളിസികളൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് അല്ലെ അതൊക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ മാനേജറിനെ അറിയിക്കുകയൊക്കെ ചെയ്ത് അവരൊക്കെ എന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ ഒരുപക്ഷെ ആ ഒരു ചില കാര്യങ്ങളെല്ലാം നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണോ ഇദ്ദേഹം എടുത്തതെന്നുള്ള കാര്യങ്ങൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ചില നിയമങ്ങളെല്ലാം സ്റ്റേറ്റിന്റെയൊക്കെ നിയമങ്ങളെല്ലാം സ്റ്റേറ്റ് ലോയിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെതായ നിയമാവശ്യങ്ങളോട് കൂടി തന്നെയായിരിക്കണം ചില കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കേണ്ടത് അല്ലെ. ഒരു സ്ഥാപനത്തില് ചില കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് ഇരുന്ന് തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. എല്ലായിടത്തും എങ്ങനെയാണോ അതുപോലെ തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോസ്, റെലവന്റ് ലോസും പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളും ടെക്നിക്സുകളൊക്കെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഈ വ്യക്തിക്ക് പേഴ്സണൽ മാനേജറിനും ഉണ്ടായിരിക്കണം. Then next പറയുന്നത്, he should have an ample knowledge of behavioral science. എന്താണ് behavioral science എന്ന് പറയുന്നത്? എന്താണ് behavioral science എന്ന് പറയുന്നത്? അല്ലെ പെരുമാറ്റ ശാസ്ത്രം, നമ്മുടെ ഹ്യൂമന്റെ അല്ലെ മനുഷ്യന്റെ ആ ഒരു പെരുമാറുന്ന ഒരു നേച്ചർ നമ്മൾ പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യന്റെ വിഭവശേഷി അല്ലെ അവന്റെ നോളജും കഴിവുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി അല്ലെ ഓരോ വ്യക്തിയുടെയും പെരുമാറ്റ ശാസ്ത്രം എന്താന്നുള്ളത് നമുക്കറിയാം. അതിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല മതിയായ നോളജ് അല്ലെ ഇങ്ങനെ വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്താലാണ് അല്ലെ ചില കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ അവർ റിസൾട്ട് കാഴ്ചവെക്കും. അല്ലെങ്കിൽ ചില ഡിഗ്നിറ്റി അല്ലെ ചില അന്തസ് പൊസിഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ റിസൾട്ട് തരാനായിട്ട് തയ്യാറാകും. അങ്ങനെയുള്ള ഒരു ബിഹേവിയർ സെൻസ് മനുഷ്യനെ കുറിച്ചിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു പെരുമാറ്റ രീതിയെ കുറിച്ചിട്ടുള്ള നോളജും ആർക്കുണ്ടായിരിക്കണം? പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത്, he must have an acute sense of social justice and be fully appreciative of the right and interest of the men and women at work, as well as of the economic necessities of management. In case നമ്മൾ പറയാണ് മാനേജർ ഒരുപാട് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും തുല്യ രീതിയിൽ തന്നെ സോഷ്യൽ ജസ്റ്റിസ് അല്ലെ തുല്യ നീതിയോടുകൂടി ഇപ്പൊ മെന്നാണ് അല്ലെ അവിടെ വർക്ക് ചെയ്യുന്നവർ നമുക്കറിയാം എന്താണ് മെന്നും വുമൺസും എല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെ. ഏതൊരു സ്ഥാപനത്തിലും ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം തുല്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ തുല്യ നീതിയോട് കൂടിയിട്ട് അവർ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ഓരോ സെപ്പറേറ്റ് അവർക്ക് സൗകര്യങ്ങളൊക്കെ ഓരോ വ്യത്യസ്ത ഇതിലുള്ളവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെയൊക്കെ അനുവദിച്ചു കൊടുക്കാനായിട്ട് ഈ ഓഫറുകളൊക്കെ വരുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പ്രധാനമായിട്ട് എന്തെങ്കിലും തൊഴിൽ സൗകര്യങ്ങളോ എന്തെങ്കിലും എന്താണ് പ്രത്യേകമായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്തിരിക്കാനുള്ള ഏരിയകളോ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചാൽ തന്നെ അവിടെയും പേഴ്സണൽ മാനേജർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് അവിടുത്തെ എക്കണോമിക് അല്ലെ നമ്മുടെ സാമ്പത്തിക വശം കൂടി അത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ തുല്യനീതി നടപ്പാക്കാനായിട്ട്. ഓഫ് ദ എക്കണോമിക് നെസസിറ്റീസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിൽ നിന്ന് എക്കണോമിക് നെസസിറ്റി അല്ലെ സാമ്പത്തികാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് തുല്യ രീതി ഉറപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ്, he should be capable of a creative thinking. നേരത്തെ പറഞ്ഞ മാതിരി
എല്ലാവരും തന്നെ പറയുന്നുണ്ടായിരുന്നു അല്ലെ, ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. നേരത്തെ നമ്മൾ ചിലർക്ക് ട്രെയിനിങ് കൊടുക്കണം, ചിലർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ മാതിരി അത് സർഗാത്മകമായിട്ട് ചിന്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. Then he should have a knowledge in problem solving techniques. അല്ലെ, എപ്പോഴും പ്രശ്നങ്ങൾ, മനുഷ്യനാണ്, ഹ്യൂമൻ ബിഹേവിയർ ആണ്, എവിടെയെങ്കിലൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെയൊക്കെ സോൾവ് ചെയ്യാൻ അല്ലെ, അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു പ്രത്യേക ടെക്നിക്ക് കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അല്ലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ എന്തെങ്കിലും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത്, നമുക്കറിയാം ഇവിടെയൊക്കെ ഡ്യൂട്ടികളൊക്കെ ആവുമ്പോൾ നമുക്കറിയാം പല ഷിഫ്റ്റുകളൊക്കെ ആവുമ്പോൾ ഡ്യൂട്ടി പല തരത്തിലുള്ള ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിന് ചിലപ്പോൾ ഒരുപക്ഷെ എപ്പോഴും കോമ്പൻസേഷൻ മാത്രം കൊടുത്തിട്ടല്ല, ചിലപ്പോൾ ടൈം ഷെഡ്യൂളിലൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ചില പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ടെക്നിക്കുകളെല്ലാം ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. Then he should be capable of a leadership. നേതൃത്വം വഹിക്കാനുള്ള ഒരു കഴിവ് അല്ലെ, എവിടെയും എന്തെങ്കിലും ഏത് മാറ്റേഴ്സ് വന്നാലും അവിടെ എന്താണ് മാറ്റേഴ്സ് എന്ന് സോൾവ് ചെയ്ത് അവിടെ പേടിക്കാതെ അല്ലെ മുന്നിൽ നിന്ന് പരിഹരിക്കാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. The next, he should be of a friendly, tactful and approachable nature. അതായത് അല്ലെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ തന്ത്രപരമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല ഒരു അല്ലെ അപ്രോച്ചബിൾ, എല്ലാവരോടും സൗമ്യമായ രീതിയിലേക്ക് നല്ല രീതിയിൽ തന്നെ പെരുമാറാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. Then he should have initiative and decision making ability. അതായത് എന്തിനും മുൻകൈ എടുക്കാൻ അല്ലെ, നമ്മൾ പിന്നെ ആവട്ടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടാൻ, എന്ത് ഇഷ്യൂസ് വരികയാണെങ്കിലും അല്ലെങ്കിൽ ചിലർക്കൊക്കെ പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ വരികയാണെങ്കിലും എവിടെയും എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് ഇനിഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. Then he should be able to generate trust among his colleagues. എല്ലാവരും പറഞ്ഞ മാതിരി സത്യസന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി അല്ലെ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ശരിയാണ്, കുറച്ചും കൂടി സ്ലോവില് പോവാം. 2-3 പോയിന്റ് ഒന്നുകൂടി വിവരിക്കാം. He should be capable of creative thinking. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് വെച്ചാൽ സർഗാത്മകമായിട്ട് ചിന്തിക്കാന്നുള്ള കഴിവ്. ചിലർക്കെങ്കിലും നോട്ട് ചെയ്ത് പോവേണ്ടതുണ്ടാവും. നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. Then നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് he should have knowledge in a problem solving technique. അല്ലെ, എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ്, ടെക്നിക്കുകൾ, വ്യത്യസ്ത തരത്തിലുള്ള രീതികൾ അല്ലെ, ഏതെങ്കിലും ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫിനാൻഷ്യലി മാത്രം സോൾവ് ചെയ്യണമെന്നില്ല, ചിലപ്പോഴൊക്കെ ടൈം കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പൊ അതൊന്ന് മാറ്റി കൊടുക്കുകയോ ഷിഫ്റ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് പ്രോബ്ലത്തിനൊക്കെ സോൾവ് ചെയ്യാൻ. Then capable of leadership, നേതൃത്വം വഹിക്കാനുള്ള ഒരു കഴിവ് അല്ലെ. Then എന്താണ്? He should be of friendly, tactful. Tactful എന്ന് പറഞ്ഞാൽ തന്ത്രപരമായ രീതിയിലൊക്കെ നല്ലൊരു സമീപനം, മറ്റുള്ളവരോടൊക്കെ നല്ല രീതിയിൽ സമീപിക്കാനുള്ള ഒരു കഴിവ്. Then he should have initiative and decision making ability. എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെ, പെട്ടെന്ന് തന്നെ ഇനിഷ്യേറ്റീവായിട്ട് മുൻകൈ എടുത്തിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു എബിലിറ്റി, കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? He should be able to generate trust among his colleagues. അതായത് സഹപ്രവർത്തകർ, കോളേജസ് എന്ന് പറയുമ്പോൾ സഹപ്രവർത്തകർ അല്ലെ, സഹപ്രവർത്തകരുടെ ഇടയിലൊക്കെ നല്ലൊരു വിശ്വാസം. നമ്മളിപ്പോ ഒരു തീരുമാനങ്ങൾ, ഒരു പേഴ്സണൽ മാനേജർ ഒരുപാട് തീരുമാനങ്ങളൊക്കെ കൊണ്ടുവന്ന അതെല്ലാവരും പാലിക്കുന്നതിൽ എന്താണ് അവരുടെ ഇടയിൽ നല്ലൊരു വിശ്വാസം അല്ലെ, നല്ല യോഗ്യനായ ഒരു പേഴ്സൺ ആണെന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവണം അല്ലെ. അദ്ദേഹം അങ്ങനെ വരുമ്പോഴാണ് എല്ലാവരും ഫോളോ ചെയ്യുള്ളൂ. അപ്പൊ എല്ലാവരുടെ ഇടയിൽ നല്ലൊരു വിശ്വാസം ചിരിപ്പിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആർക്കുണ്ടായിരിക്കണം? ഈ പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? He should be ready to cooperate with the subordinates in time of difficulty. അതായത് ചില കാര്യങ്ങൾ അല്ലെ, ചിലപ്പോ ഇത്തിരി കൂടി എന്തെങ്കിലും പേഷ്യൻസിനൊക്കെ നമുക്കറിയാം ഒരുപാട് ഒന്നും കൂടി വികസിപ്പിക്കണമെന്ന് തോന്നി കുറച്ചും കൂടി അഡീഷണൽ ഉള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ചിലപ്പോ എല്ലാവർക്കും ഇൻ കേസ് സബോർഡിനേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കീഴുദ്യോഗസ്ഥർക്കൊക്കെ അത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെക്കാളും അവർക്ക് വിചാരിക്കുന്നേക്കാൾ കൂടുതൽ ഓവർലോഡൊക്കെ കിട്ടുമ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അല്ലെ, അവരുടെ ആ ബുദ്ധിമുട്ടുകളിൽ ഡിഫിക്കൽറ്റിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം?
ഈ പേഴ്സണൽ മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ട്രബിൾ ഒക്കെ ഉണ്ടെങ്കിൽ ട്രെയിനിങ്ങും പാക്കേജുകളൊക്കെ കൊടുത്ത് അവരെ സപ്പോർട്ടീവായിട്ട് അവരെ കൂട്ടി നിർത്തി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്, he should be prompt enough to give them the feedback in their handling of personal matters whenever necessary in the interest of a functioning of the organization and established personal policies of the organization. അതായത് എന്തെങ്കിലും അല്ലെ ആവശ്യമായിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചില സമയങ്ങളിലല്ലേ എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ കണ്ട് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഇപ്പോ കൊറോണ ടൈമിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു ചില പുതിയ പോളിസികൾ ഇറക്കേണ്ടതായിട്ട് വന്നു അല്ലെ, അഡീഷണൽ ആയിട്ട് കുറെ അകലം പാലിച്ച് രോഗിയുടെയൊക്കെ പരിശോധിക്കേണ്ടതായിട്ട് വന്നു. അതല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഇടയിലും കുറെ കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വന്നു. അപ്പൊ എന്താണ് ഓരോ ഫീഡ്ബാക്കുകൾ അറിഞ്ഞിട്ട് ഇൻ കേസ് ആ ഒരു സമയത്തിന് മറ്റുള്ളവരുടെ ഫീഡ്ബാക്കുകളൊക്കെ കണ്ടിട്ട് ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ആവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് എന്തെങ്കിലും പുതിയ പേഴ്സണൽ പോളിസികളെല്ലാം ഓർഗനൈസേഷന് വേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അത് സ്ഥാപിക്കാനായിട്ടും ഒരു കഴിവുള്ള വ്യക്തിയായിരിക്കണം ആരെന്ന് പറയുന്നത് പേഴ്സണൽ മാനേജർ അല്ലെ. അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനങ്ങളായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ ഞാൻ. നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഡെഫിനിഷൻസ് അല്ലെ 3 ഡെഫിനിഷൻസ് ആണ് പറഞ്ഞത്. പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മൾ എടുത്തത്. ഒന്നുകൂടെ പറയാന്ന് പറയുന്നത് ഓക്കെ, ഒരുപാട് പേര് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രീഫായിട്ട് പറയാം. എന്തായാലും ഫോർത്ത് പോയിന്റ് പറയാം. ഹി മസ്റ്റ് ഹാവ് ആൻ അക്യൂട്ട് സെൻസ് ഓഫ് എ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ബി ഫുള്ളി അപ്രിസിയേറ്റീവ് ഓഫ് the right and interest of the men and women at work, as well as of the economic necessities of management. അതായത് മതിയായ ഒരു അല്ലെ, നമുക്കറിയാം സോഷ്യലായിട്ട് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം. ആർക്കാണെങ്കിലും അല്ലെ, വുമൺ ആണെങ്കിലും മെൻ ആണെങ്കിലും ആവശ്യമായിട്ടുള്ള സാമൂഹ്യ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു റോളുകൾ വരുന്നുണ്ട്, അതിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്യാൻറ്റീൻ സർവീസ്, ക്ലച്ചസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മനുഷ്യരെ ഒരുപക്ഷെ വുമണിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ മാനിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, എക്കണോമിക് നെസസിറ്റി ഓഫ് മാനേജ്മെന്റ് അല്ലെ. മാനേജ്മെന്റിന്റെ അവരുടെ മാനേജ്മെന്റിന് മതിയായ താങ്ങാൻ പറ്റുന്ന ഒരു എക്കണോമിക് സ്റ്റേജ് ആണോ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് ഇരു കൂട്ടർക്കും ആവശ്യമായിട്ടുള്ള സാമൂഹ്യ നീതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ക്യാൻറ്റീൻ സർവീസ് ഇപ്പോൾ അവിടെ പുതിയ നമുക്കറിയാം കുട്ടികൾക്ക് ഫീഡിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ക്രച്ചസോ അതല്ലെങ്കിൽ ക്യാൻറ്റീൻ സർവീസുകൾ, ടോയ്ലറ്റ് സർവീസുകൾ, അങ്ങനെ എന്തെങ്കിലും സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ അവിടെ മതിയായ രീതിയിൽ എക്കണോമിക്കും ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാനായിട്ട് തയ്യാറാകും. പേഴ്സണൽ മാനേജറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. അതെല്ലാം മനസ്സിലാക്കി എടുത്തിട്ട് മാനേജ്മെന്റിനെ അഡ്വൈസ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചെടുക്കുക എന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്
അതായത് ഒരു പേഴ്സണൽ മാനേജറിന്റെ ഒരു പ്രധാനപ്പെട്ട റോളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട വിവിധങ്ങളായ കഴിവുകൾ. ഫ്രണ്ട്ലി ആയിരിക്കണം, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നവനായിരിക്കണം, ലീഡർഷിപ്പ് ഉള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അല്ലെ, മറ്റുള്ളവരോട് ഇടപെടുകാനുള്ള ഒരു മര്യാദ ഉണ്ടായിരിക്കണം, തന്ത്രപരമായ രീതിയിൽ കാര്യങ്ങൾ നീക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. സബോർഡിനേറ്റ് ആണെങ്കിലും അല്ലെ കീഴ്ത്തട്ടിലുള്ള ജീവനക്കാരാണെങ്കിലും അവരുടെ ഇടയിൽ ചെന്ന് അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരെ ഉൾക്കൊള്ളാനൊക്കെ ആയിട്ടുള്ള മനോഭാവങ്ങൾ കാണിക്കണം. പുതിയ പുതിയ നയങ്ങൾ എന്തെങ്കിലും രൂപീകരിക്കേണ്ടതുണ്ടെങ്കിൽ ആ രൂപീകരിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ എപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴും എന്താണ് റെലവെന്റ് ലോസ് അല്ലെ എല്ലാം ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ലോസ്, നിയമങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പുതിയ പുതിയ പോളിസികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ മാനേജ്മെന്റ് അഡ്വൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടത്. ഇത് തന്നെയാണ് റോളില് അല്ലെ അദ്ദേഹത്തിന്റെ പങ്ക് പറയുന്നതാണ് റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ. അദ്ദേഹത്തിന്റെ പങ്ക് വ്യത്യസ്ത രീതിയിൽ ഓരോ വിഭാഗീയമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വ്യത്യസ്ത കാര്യങ്ങളുണ്ട് അല്ലെ, പേഴ്സണൽ ആയിട്ടുള്ള റോളുണ്ട്, വെൽഫെയർ റോളുണ്ട്, ക്ലറിക്കൽ റോളുണ്ട്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ. നമ്മൾക്ക് പേഴ്സണൽ റോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ സ്റ്റാഫിന്റെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട കുറെ കാര്യങ്ങളാണ് അല്ലെ. അതേമാതിരി തന്നെ വെൽഫെയർ റോൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും അഡ്വൈസറി കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ വെൽഫെയർ റോൾ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ, അവർക്ക് എന്തെങ്കിലും സോഷ്യൽ അല്ലെ എന്തെങ്കിലും വുമണിനും ഒക്കെ ആവശ്യമായിട്ടുള്ള സോഷ്യൽ നീതി ഉറപ്പാക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ക്ലറിക്കൽ റോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാലറിയും അല്ലെ ടൈമിൽ നമ്മൾ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നെങ്കിൽ അതൊരു ക്ലറിക്കൽ ആയിട്ടുള്ള വർക്കാണ് അല്ലെ. അത് ആ ഒരു വർക്കുകളുടെ ഇതുകളൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് സാലറി കൂട്ടി കൊടുക്കുകയോ ടൈം ഷെഡ്യൂളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യങ്ങളിലുള്ള റോളാണ് ക്ലറിക്കൽ റോൾ. ദെൻ ഫയർ ആൻഡ് ഫൈറ്റിംഗ്, എപ്പോഴും നമ്മൾ പറഞ്ഞു എപ്പോഴും പ്രോബ്ലംസ് വരാണെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട റോള് ആർക്കാണുള്ളത്? ഈ ഒരു പേഴ്സണൽ മാനേജറാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെ അദ്ദേഹത്തിന്റെ ആ ക്വാളിറ്റിയെ അദ്ദേഹത്തിന്റെ പങ്കായിട്ട് 3-4 തിരിച്ചിരിക്കുകയാണ്. പേഴ്സണൽ റോള്, വെൽഫെയർ റോള്, ക്ലറിക്കൽ റോള്, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ. അതിലെ പേഴ്സണൽ റോളില് ഫസ്റ്റ് വൺ പറയുന്നത് അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അതായത് അവിടെയുള്ള വർക്കേഴ്സിന്റെ അല്ലെ മനുഷ്യന്റെ വിഭവശേഷിയെ നല്ല കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ട എന്തെങ്കിലും ഉപദേശങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട റോളാണ് പേഴ്സണൽ റോളിലെ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത്. ദെൻ മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ അല്ലെ. അവിടെയുള്ള വർക്കേഴ്സ് നമുക്കറിയാം ജോലിക്കാരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ചിലരൊക്കെ പിരിഞ്ഞു പോകാം. അപ്പൊ പുതിയ പുതിയ എംപ്ലോയീസിനൊക്കെ അവിടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് പ്ലാനിങ്ങും റിക്രൂട്ട്മെന്റ് അല്ലെ എവിടെ നിന്നാണ് വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി അവരിൽ നിന്ന് സെലക്ട് ചെയ്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അല്ലെ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നുണ്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓരോ വ്യക്തികൾക്കും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ചിലപ്പോഴൊക്കെ നമുക്കറിയാം പ്രൊമോഷൻ ഒക്കെ കൊടുക്കും അല്ലെ. എന്തെങ്കിലും വേക്കൻസി മേൽത്തട്ടിലേക്ക് വരണമെങ്കിൽ മതിയായ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അല്ലെ മേൽത്തട്ടിൽ പോസ്റ്റ് ചെയ്യും, പ്രൊമോഷൻ ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. ഇൻ കേസ് അവർക്ക് പ്രൊമോട്ട് ചെയ്താലും അവരുടെ സ്കില്ലും കാര്യങ്ങളും അവര് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും ചില ട്രെയിനിങ് അല്ലെ ഒരാഴ്ചത്തേക്ക് ട്രെയിനിങ് ഒക്കെ ആവശ്യമുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ദെൻ എന്താണ് മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. അതായത് ഓരോ പേഴ്സണെയും ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ചിലപ്പോൾ ചിലര് നമുക്കറിയാലേ ഒരേ ക്വാളിഫിക്കേഷനും ഒരേ എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ ചിലര് പൈതൃകമായിട്ട് അവർക്ക് ചില കഴിവുകൾ ഉണ്ടാവും അല്ലെ, മറ്റുള്ളവരെ സേവിക്കാനുള്ള കഴിവുകൾ. അവര് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര ഇതാണെങ്കിലും മറ്റുള്ളവരെ പരിചരിക്കണം എന്നുള്ള ഭയങ്കര ടെൻഡൻസിയോട് വരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവര് ആ ഡ്യൂട്ടിയെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഡ്യൂട്ടി ചെയ്യും. ചില പേഴ്സൺസ് നമുക്കറിയാം കറക്റ്റ് സമയത്തിനുള്ളിൽ അവർ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അല്ലെ അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചാലും അവർ അവരുടെ ഡ്യൂട്ടിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരുപക്ഷെ ആ ഡ്യൂട്ടിയോട് ഇഷ്ടപ്പെടാതെ ചെന്ന ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അങ്ങനെ പേഴ്സണൽ ആയിട്ട് ഓരോ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഗ്രൂപ്പ് ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കിയിട്ട് ചില കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. നമുക്കറിയാം നേതൃത്വ നിലയിലൊക്കെ നിർത്തണമെങ്കിൽ ഇച്ചിരി കൂടി അറ്റാച്ച്ഡ് അല്ലെ ഡ്യൂട്ടി കൂടി ഇച്ചിരി കൂടി മമതയുള്ള പേഴ്സണൊക്കെയാണ് നോട്ട് ചെയ്ത് ആ കാര്യത്തിനൊക്കെ കൊണ്ടുപോകാനായിട്ട് തയ്യാറാവേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള പേഴ്സണൽ റോള് ആണ് ഫസ്റ്റ് കോളത്തില് പറഞ്ഞിരിക്കുന്നത്.
advisory, advising management on effective use of a human resource. അതായത് ഉപദേശകനായിട്ട് പ്രവർത്തിക്കുക, മാനേജ്മെന്റിന് ഒരു ഉപദേശകനായിട്ട് നിലകൊള്ളുക. നെക്സ്റ്റ് പറയുന്ന മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് അല്ലെ. ഒരു മനുഷ്യന്റെ വിഭവശേഷി അവിടെ ഏതെങ്കിലും ഒരു ഷോർട്ടേജ് വന്നാല് അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് അല്ലെ, റിക്രൂട്ട്മെന്റ് ഒക്കെ എങ്ങനെ നടത്തണം, എങ്ങനെ സെലക്ട് ചെയ്യണം, അത്തരം കാര്യങ്ങളല്ലേ എന്താണ് ഈ ഒരു പേഴ്സണൽ റോളിന്റെ സെക്കൻഡ് പോയിന്റ് ആയിട്ടാണ് വരുന്നത്. തേർഡ്, ഇത്തരം പേഴ്സൺസിനൊക്കെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. ഇൻകേസ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെയും എല്ലാം അവരുടെ കഴിവൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ഗ്രീവ്നെസ് ഒക്കെ പുറത്ത് ഇതിലുള്ളതാണ് അല്ലെ, ഗ്രീവ്നെസ് ഹാൻഡ്ലിംഗ് ഒക്കെ പരാതി പരിഹാര മാർഗങ്ങളൊക്കെയാണത്. ഇനി മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ബിഹേവിയർ, അതായത് ഗ്രൂപ്പായിട്ടും ഓരോ വ്യക്തികളെ മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവെല്ലാം പേഴ്സണൽ റോളിലുള്ളതാണ്. ദെൻ വെൽഫെയർ റോൾ, വെൽഫെയർ റോൾ എന്ന് പറയുമ്പോൾ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് റിസർച്ച് ഇൻ എ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം അല്ലെ, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ എന്താണ്, എന്തിനാണ് കൂടുതൽ പ്രാധാന്യം അല്ലെ, പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് ഗവേഷണം നടത്തിയിട്ട് വേണം വെൽഫെയർ ആയിട്ട് അല്ലെ. ചിലപ്പോൾ ചിലർക്ക് ഒരു നല്ലൊരു തണൽ അന്തരീക്ഷം കൈകാര്യം ചെയ്യണമെന്നായിരിക്കും, ചിലപ്പോൾ ടോയ്ലറ്ററിയുടെ എന്തെങ്കിലും ഷോർട്ടേജ് ആയിരിക്കും. അങ്ങനെ എന്താണ് അല്ലെ സമൂഹ ക്ഷേമമായിട്ട് പ്രവർത്തനത്തിന് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ മാനേജിങ് സർവീസ്, ക്യാൻറ്റീൻസ്, ക്രെച്ചസ് എക്സെട്ര. അതായത് ചില സർവീസുകൾ അല്ലെ, അവിടെയുള്ള വർക്കേഴ്സിന് ഇടയ്ക്ക് എന്താ പറയുന്നത്, നമ്മുടെ വിശപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാൻറ്റീൻ സർവീസുകളും അതേപോലെ തന്നെ ക്രച്ചസുകളും എന്നൊക്കെ പറഞ്ഞ മാറ്റം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രച്ചസ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ നിർദ്ദേശിക്കേണ്ടത് ഇദ്ദേഹം തന്നെയാണ്. ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അതായത് എന്തെങ്കിലും കാര്യങ്ങളല്ലേ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തി എന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് ഒരു ലീഡർഷിപ്പ് ഒക്കെ കൊടുത്തിട്ട് അവരിൽ നിന്ന് നല്ല ഒരു റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം എന്താണ് വെൽഫെയർ എന്ന റോളിൽ പെടുന്ന കാര്യങ്ങളാണ്. മോട്ടിവേഷൻ പ്രാക്ടീസുകൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ലീഡർഷിപ്പിന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കൗൺസിലിംഗ് നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം എന്താണ് ക്ഷേമ പ്രവർത്തനത്തിൽ വരുന്നതാണ്. ക്ലറിക്കൽ റോൾ, ക്ലറിക്കൽ റോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ വർക്കേഴ്സും വരുന്ന സമയം പോണ സമയമൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടാണ് അവരുടെ സാലറിക്ക് അല്ലെ ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അവരെ ഇത്രയും നാളത്തെ വർക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള ടൈം കീപ്പിങ്ങും സാലറി, വേജസ്, അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്സുകളോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് എന്തെങ്കിലും അതൊക്കെ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഹ്യൂമൻ എന്താണ് എഞ്ചിനീയറിംഗ് ആൻഡ് മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, അതായത് മനുഷ്യനും ഉപയോഗിക്കുന്ന മെഷീനുകളും തമ്മിലുള്ള ബന്ധം അല്ലെ, അവര് ഇത്ര സമയം അവിടെ വർക്ക് ചെയ്തിട്ട് കൃത്യമായ ഔട്ട്കം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യേണ്ട ആ ഒരു റോളെല്ലാം ക്ലറിക്കൽ റോളിലാണ് വരുന്നത്. ദെൻ ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ എന്ന് പറയുന്നത് പരാതി പരിഹാര ഒരു മേഖലയാണ്. ഗ്രീവ്നെസ് ഹാൻഡ്ലിംഗ്, ഇവിടെയാണ് ഗ്രീവ്നെസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് പരാതികൾക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് അല്ലെ. എപ്പോഴും പരാതികൾ ഉണ്ടാവാം, അത് കൈകാര്യം ചെയ്യുക. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ തർക്കങ്ങൾ, അതൊക്കെ സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കുക. ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ് അല്ലെ, അച്ചടക്കങ്ങൾ ഉണ്ടാക്കുക, അച്ചടക്കം മനോഭാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുക. കളക്റ്റീവ് ബാർഗെയിനിങ്, നമുക്കറിയാം ആരെങ്കിലും വിലപേശൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ, എന്തായാലും കൂട്ടായ വിലപേശൽ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് നമുക്കറിയാം. ചിലപ്പോഴൊക്കെ തൊഴിലാളികൾ ഒന്നിച്ചിരുന്ന് മാനേജ്മെന്റിന്റെ കീഴിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ സാലറി കൂട്ടി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ബാർഗെയിൻ ചെയ്യുന്നു. അപ്പൊ അവിടെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു റോള് ആർക്കാണ്? പേഴ്സണൽ മാനേജറിനാണ് ഉണ്ടായിരിക്കുക. അതെല്ലാം എവിടെയാണ് വരുന്നത്? ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് റോളുകൾ, പേഴ്സണൽ മാനേജറിന്റെ റോള്. ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ, റീഡിന്റെ മീനിങ്ങുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.
നിങ്ങളുടെ ഡെഫിനിഷൻസും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഏതാണ്ട് മനസ്സിലായി. ബാർഗെയിൻ എന്ന് വെച്ചാൽ വിലപേശലാണ് ഉദ്ദേശിക്കുന്നത്, ബാർഗെയിൻ ചെയ്തെടുക്കാം. ലൈൻമെൻ മീനിങ് എന്ന് പറയുന്നത് അതായത് മേൽ ഉദ്യോഗസ്ഥരുടെ കീഴിലാണ് താഴെ അല്ലെ, കീഴ്ത്തട്ടിലാണ് അടുത്ത ഉദ്യോഗസ്ഥർ, സബോർഡിനേറ്റ് സുപ്പീരിയർ എന്നൊക്കെ പറയുമല്ലോ, മേൽ ഉദ്യോഗസ്ഥരും കീഴ് ഉദ്യോഗസ്ഥരും. അപ്പൊ അവരെ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങൾ, അവര് തമ്മിൽ ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലാതെ പേഴ്സണൽ റോൾ ഫോർത്ത് പോയിന്റ് മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. അതായത് മെഷർമെന്റ് ചെയ്യുക, ഓരോരുത്തരെയും വിലയിരുത്താൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ, ആ ഒരു ജോലിയോട് ഒരു മമതയുണ്ട്, ചിലർക്ക് എന്താണ് അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ലീഡിങ് പവർ ഒക്കെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ഗ്രൂപ്പ് ബിഹേവിയർ, അതായത് ചില കാര്യങ്ങളൊക്കെ ചില ഗ്രൂപ്പുകൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് അല്ലെ. ചില ഗ്രൂപ്പുകൾക്ക് ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന് തന്നെ വർക്കേഴ്സിന്റെ ഇടയിൽ ഓരോ വ്യക്തിയും എത്ര തരത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും, ഇൻ കേസ് എന്താണ് മുതൽത്തട്ടിൽ എന്തെങ്കിലും ലീവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാം. ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ അച്ചടക്കം നമുക്കറിയാം, ഒരു അച്ചടക്കത്തോട് കൂടിയിട്ട് പോണം അല്ലെ. ഹോസ്പിറ്റലിലൊക്കെ റൺ ചെയ്യുന്നത് എവിടെയും എന്താണ് എവിടെയെങ്കിലൊക്കെ ഒരു അച്ചടക്ക മനോഭാവത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയ ഹോസ്പിറ്റലിന്റെ സൽപ്പേര് തന്നെ പോകും. അപ്പൊ നല്ലൊരു ഡിസിപ്ലിനറി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ്. ഗ്രീവൻസ് എന്ന് പറയുന്നത് പരാതികളാണ് അല്ലെ. എന്ത് പരാതി വന്നാലും അതിന് പരിഹാര മാർഗം നിർദ്ദേശിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. അതാണ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്ന് പറയുന്നത്. നിയമപരമായിട്ട് അത് പരിഹരിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നിയമപരമായി തന്നെ പരിഹരിച്ചു കൊടുക്കണം. നമുക്കറിയാം പേഷ്യന്റിന്റേതായ പരാതികൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടാവും, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ പരാതികൾ ഉണ്ടാവും. അപ്പൊ ഒരു മാനേജർ എന്ന് പറയുമ്പോൾ വർക്കേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഇദ്ദേഹത്തിന് ഉണ്ടായി. ഇനി എന്തെങ്കിലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.